സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് ഇന്നും സാധ്യതയുണ്ട്. വയനാട്, മലപ്പുറം, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 31 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട്. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് നമുക്ക് മഴയുടെ ഒരു പൊതുചിത്രം പങ്കുവെക്കുന്നതിന് വേണ്ടി ഈ വാർത്താ പ്രഭാതത്തിൽ ചേരുന്നത്. രതീഷ്, ഗുഡ് മോർണിംഗ്. രാവിലെ മഴയുണ്ടോ? ഗുഡ് മോർണിംഗ് മിനിൽ. മഴ ഉണ്ട്, വലിയ ശക്തമായ മഴ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ മലയോരത്ത് ഈ കോഴിക്കോടിൻ്റെയും അതുമാത്രമല്ല കാസർഗോഡ്, കണ്ണൂർ വിഭാഗം മലയോര ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുഴകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. സാധാരണ നഗരപ്രദേശങ്ങളിൽ മഴ അത്ര ശക്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ പുഴയിൽ ജലനിരപ്പ് കൂടുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നു. വീടുകൾ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഇന്ന് വയനാട് ഉൾപ്പെടെ 5 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും ബാക്കി 9 ജില്ലകൾക്ക് 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ്. അതുമാത്രമല്ല 7 ജില്ലകളിൽ വിദ്യാഭ്യാസമായി അത്തരത്തിൽ പരിഗണന കൊടുത്തിട്ടുണ്ട്. വലിയ തരത്തിൽ മഴയുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. മാത്രവുമല്ല നമ്മുടെ ഡാമുകളൊക്കെ തന്നെ സുരക്ഷിത ജലവിധാനത്തിൽ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വയനാട്ടിലൊക്കെ ഡാം തുറക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് 11 മണിയോടെ ഡാം തുറക്കാനുള്ള സാധ്യതയുണ്ട്. കക്കയത്ത് ഈ സുരക്ഷിത ജലവിധാനത്തിന് പുറത്ത് വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ അത് 2 ഷട്ടറുകൾ കക്കയം ഡാമിൻ്റെ ഇന്നലെ രാവിലെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയോട് തന്നെ തുറക്കുമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ ആ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറ്റ്യാടി പുഴയുടെ ഇരുഭാഗങ്ങളിലുള്ള വീടുകളിലെ ആളുകൾ, കർഷകർ ഒക്കെ തന്നെ ജാഗ്രത പുലർത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എല്ലാ ജലസംഭരണികളും നിറഞ്ഞു എന്നതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ആ പ്രദേശങ്ങളിലുള്ള ഈ പുഴയുടെ കരയിലൊക്കെയുള്ള ജലസംഭരണിയുടെ സമീപമുള്ള ആളുകളൊക്കെ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ മാവൂർ ഭാഗങ്ങളിൽ ചാലിയാറിൽ വലിയ തരത്തിൽ വെള്ളം ഉയരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇന്നലെ പൂർണ്ണമായും തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാവൂർ ഭാഗത്ത് ചാത്തമംഗലം പഞ്ചായത്തുകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്, താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിൽ ഉൾപ്പെടെ. അതുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രതയും തദ്ദേശ സ്വയംഭരണ വടക്കൻ കേരളത്തിൽ പൊതുവിൽ മഴയാണ്. കൂടുതൽ അലേർട്ടുകൾ ഉള്ളതും വടക്കൻ കേരളത്തിൽ തന്നെയാണ്. കോഴിക്കോട് നിന്ന് മലയോര മേഖലയിൽ മഴയുണ്ട്. വയനാട്ടിൽ ജാഗ്രത തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ ഉണ്ട്. എറണാകുളത്ത് ഉൾപ്പെടെ മഴ അലേർട്ടുകൾ, ഓറഞ്ച് അലേർട്ടുകൾ ആണ് നൽകുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം തന്നെ മഴയുടെ സാഹചര്യം മുൻകൂട്ടി മനസ്സിലാക്കി മാത്രം ഓരോ നീക്കങ്ങളും നടത്തുക. രതീഷ് വാസുദേവനാണ് രാവിലെ ഈ വിവരങ്ങൾ നൽകിയത്.